എങ്ങനെയാണ് ഈ ശരിക്കും അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണം അനേകരുടെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു അഭിഷേകം പ്രാപിച്ചത് ഏത് വിധത്തിലാണ്? അത് ഞാൻ പറയാം. അതായത് 84 ഞാൻ കോട്ടയം ചെന്നു. കോട്ടയം ചെന്ന് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വചനോത്സവമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം വേറെ അധികം സ്റ്റാഫോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ രാത്രിയിലൊക്കെ തന്നെ ഇരുന്ന് ലേഔട്ട് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ശരിക്കും മടുത്തു ശരിക്കും എക്സോസ്റ്റഡായി. ഒരു ദിവസം നായിക്കമ്പറം വിളിച്ചും പറഞ്ഞു, അരച്ചീച്ച നല്ല ആത്മാർത്ഥതയുള്ള ഒരാളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കൃപയുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ കൃപയുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തേനെ. അത് ശരിക്കും അച്ഛനെ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അന്നേരം അച്ഛന് മനസ്സിലായിരുന്നു. അന്ന് എനിക്കൊരു ചെറിയ ദേഷ്യം തോന്നി. എന്നാ ഞാനും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പട്ടമല്ല ഞാൻ സ്വീകരിച്ചത്. ഞാനും ഇങ്ങനെ പറ്റുന്നിടത്തോളം നല്ല ജീവിതമൊക്കെ നയിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചപ്പം ശരി, അവരിൽ പ്രവർത്തിക്കുന്ന എന്തോ ഒന്ന് എന്നിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതിനൊരു കാര്യം എന്നെ പെട്ടെന്ന് തന്നെ ചിന്തിപ്പിച്ചത് ഒരു തമാശ പിടിച്ച കാര്യമാണ്. അപ്പോൾ ഈ പള്ളിക്കകത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നവർ. അപ്പം അങ്ങനെ ഒരു ദിവസം നായികമറോച്ചനും പനക്കിലച്ചനും കൂടെ നിൽക്കുന്ന സമയത്ത് ജനത്തോട് പറഞ്ഞു 3 ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ലൈനിൽ അച്ഛനും കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പം അവർ രണ്ടുപേരും അപ്പുറത്തപ്പുറം നിന്ന് കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ ഒരു ലൈനെ പറഞ്ഞത്. അപ്പം ഞാൻ വന്നതോടുകൂടി അധികം ലൈനിലോട്ട് ഈ മൂന്നാമത്തെ ലൈനിലോട്ട് വരാതെയായി. അപ്പോൾ എനിക്ക് തോന്നി അവർക്കുള്ള എന്തോ എനിക്ക് ഇല്ലെന്നുള്ള ആൾക്കാർ പോയി നിൽക്കുന്ന അവിടെ. അങ്ങനെ ഞാനവിടെ നിന്ന് സമയമുണ്ടല്ലോ, അധികം പേരില്ല, 4-5 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ 2 കൈയും വെച്ച് വളരെ ഹൃദയം ഒരുക്കി അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടൊരു ചേച്ചി അത് കഴിഞ്ഞപ്പോൾ ഈ എന്നെ വെട്ടിച്ച് നയിക്കാൻ പ്രൊഫഷനായി. അപ്പോൾ അച്ഛൻ ഉറപ്പിച്ചു എന്തോ ഒരു കുറവുണ്ട് ഉണ്ടെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയണ്ടേ. അപ്പോൾ അതോടുകൂടി ഞാനിങ്ങനെ എവിടെയെങ്കിലും ഒരു ധ്യാനം കൂടെ വന്ന് പ്രബലമായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ് ഈ കുളത്തുവയൽ. അങ്ങനെ 1989 ഏപ്രിൽ മാസത്തിൽ കുര്യാക്കോസ് പൊന്നവല്ലച്ചൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതനാണ്. അന്ന് അദ്ദേഹം റിപ്പോർട്ടറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പുള്ളി മനസ്സിലാക്കിയിട്ട് എൻ്റെ പേരൂടെ ബുക്ക് ചെയ്തു. നമുക്ക് ഒന്നിച്ച് പോകാടാവേ എന്ന് പറഞ്ഞ് ഒന്നിച്ച് അവിടെ വെച്ചാണ് എനിക്ക് ഈ പറയുന്ന വലിയൊരു അഭിഷേകാനുഭവം ഉണ്ടായത്. അത് ശരിക്കും അതൊന്ന് വിശദീകരിക്കുക, എങ്ങനെയായിരുന്നു? അത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അവിടെ വന്ന് പ്രസംഗിച്ചവരൊന്നും വലിയ പണ്ഡിതരായിരുന്നില്ല. എല്ലാവരും സാധാരണക്കാരായ 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവരൊക്കെ ആയിരുന്നു. കൂലിപ്പണിക്ക് പോകുന്നവരും ഒക്കെ വളരെ സാധാരണക്കാര്. എനിക്ക് തോന്നുന്നു CJ മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത്. അതെ, അവരിലെ ദർശനങ്ങളും വെളിപാടുകളും എല്ലാം പ്രവർത്തിക്കുന്നു, സൗഖ്യത്തിൻ്റെ വരം പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്കും അവരുടെ ഈ പറയുന്ന ദർശനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു തിരിച്ചറിവായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ജോസ് കാപ്പിൽ എന്ന് പറയുന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, ചെറുപ്പത്തിൽ അച്ഛൻ ഒരു വെള്ളത്തിനകത്ത് മുങ്ങി മരിക്കാൻ പോയൊരു സാഹചര്യമുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ അന്ന് കൈ പിടിച്ച് കയറ്റിവിട്ടത്, നിന്നെ എനിക്ക് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ CJ അടുത്തേക്ക് വിട്ടു. CJ അടുത്ത് വിട്ടപ്പോൾ അച്ഛനും ഇത് തന്നെ പറഞ്ഞു. ശരിക്കും അത് നടന്ന സംഭവമായിരുന്നു. അച്ഛൻ ഇത്രയും കൂടെ പറഞ്ഞു, പള്ളിവാതുക്കൽ എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനമൊക്കെ കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംഭവം വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞു, ചാച്ചനോടൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പള്ളിവാതുക്കൽ എന്നൊരു സ്വരം കേൾക്കുന്നുണ്ടെന്ന് ഇങ്ങനെ വർക്കേച്ചൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിന്നെ അന്ന് ഈ വെള്ളത്തിൽ നിന്ന് പൊക്കെ എടുത്ത് കൊണ്ടുവന്നത് പള്ളിവാതിക്കൽ കുഞ്ഞാട്ടനല്ലേ? നമ്മുടെ ഇന്നത്തെ
ജസ്റ്റിൻ വെള്ളിവാതിക്കലിൻ്റെ ഗ്രാൻഡ് ഫാദർ. ശരി, നമ്മുടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ്റെ ഞങ്ങൾ അയൽക്കാരായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായി. അപ്പോൾ അത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് അപ്പം അങ്ങനെ പല കാര്യങ്ങളും വിശ്വാസം വളർത്താൻ കാരണമായി. അത് കഴിഞ്ഞ് തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടായി. അപ്പോൾ ഈ ധ്യാനത്തോടുകൂടി അപ്പോൾ എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ കുറവുണ്ട്. മാത്രമല്ല നായിക്കം മുർമൽസൻ പണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചതും അവസാനം പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടായതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് അച്ഛൻ്റെ ജീവിതത്തിൽ അത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്, വ്യത്യാസമേ. അപ്പോൾ ഞാൻ ആ സമയം മുതൽ പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടി അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി മുഴുവൻ സമയം എന്ന് പറഞ്ഞ പോലെ ഒരു പാറ പൊട്ടിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു നിലാവുള്ളൊരു സമയത്ത് അവിടെ പോയിരുന്ന് പരിശുദ്ധാത്മാവ് എന്നിലൊന്ന് പറയണേ, അഭിഷേകം തരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അന്ന് ഒരു കുളിർമയും എവിടുന്ന് ഒരു കാറ്റ് വീശുന്നത് ഒക്കെ തോന്നി. അത് കഴിയുമ്പോൾ എന്നിലൊരു എന്തോ ഒരു സന്തോഷം അങ്ങ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈവപ്പ് പ്രാർത്ഥന വന്നപ്പോഴും ഇതുപോലെ സന്തോഷം കൊണ്ട് അറിയുകയും. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി വിഷമവും എന്നെ മുറിപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഭയങ്കര സ്നേഹം, അവരെ കാണുമ്പോഴേ ഭയങ്കര സ്നേഹവും ഇഷ്ടമല്ലാത്തവരോടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങി. ഞാൻ ഇച്ചിരി സൗമ്യതയുള്ള ഒരാളാണെന്നാണ് പറയുന്നത്, ശരിയാ. പക്ഷേ പിന്നീടുണ്ടായത് സൗമ്യത നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വരുക. മറ്റേതങ്ങനെയല്ല, സൗമ്യമായിരിക്കണമല്ലോ വിചാരിച്ച് സൗമ്യനാകുക, അങ്ങനെ അങ്ങ് ബലം പിടിച്ച് സൗമ്യനാകുമായിരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ ശരീരത്തിൽ നിന്ന് രോഗം വിട്ടുപോയി. അങ്ങനെയൊക്കെ വലിയൊരു അഭിഷേകാനുഭവം ഉണ്ടായി. മാത്രമല്ല ആ ധ്യാനത്തോടു കൂടിയാണ് എൻ്റെ ജ്ഞാനബോധം പലതും തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് വരെ ചിന്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് സത്യം എന്ന്. അത് അവിടെ ആരും പറഞ്ഞിട്ടല്ല, അവിടുത്തെ ഒരു പ്രസംഗാനും പറഞ്ഞിട്ടല്ല. അവരൊക്കെ കൺവെൻഷനലായിട്ടുള്ള പ്രസംഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നി പാപം ചെയ്യുന്നതുകൊണ്ടല്ല കൃപ പോകുന്നത്, കൃപ പോകുന്നതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. പുണ്യം ചെയ്യുന്നതുകൊണ്ടല്ല കൃപ കിട്ടുന്നത്, കൃപ കിട്ടുന്നതുകൊണ്ടാണ് പുണ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അനുദപിക്കുന്നതുകൊണ്ടല്ല ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്, ദൈവം നമ്മളെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അനുതാപം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനബോധം തന്ന് എന്നെ ഈ നേർവഴിക്ക് നയിച്ചു. ശരിക്കും ഈ അതുവരെയുള്ള ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനബോധം കിട്ടിയിട്ടില്ലാത്തവരൊക്കെ പ്രസംഗിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കഠോരമായ ശിക്ഷയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തീനരകത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. അവർ നല്ല ഉദ്ദേശത്തിലാണ്, അത് മനുഷ്യരെ എങ്ങനെയെങ്കിലും ഇതൊക്കെ കേട്ട് ഭയപ്പെട്ടൊന്ന് മാനസാന്തരപ്പെട്ട് വരണം എന്നുള്ള ലക്ഷ്യത്തിൽ. പക്ഷെ അച്ഛനാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ദൈവം സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ദൈവം സ്നേഹമാണെന്ന് അസന്നിഗ്ധമായിട്ട് അടിവരയിട്ടുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈശോയിലൂടെ വെളിപ്പെട്ട, ഞാനും വേറെ ആരും ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ്, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള ആ സത്യസുവിശേഷം, ഇതൊക്കെ അച്ഛനിലേക്ക് എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്? ആദ്യമായിട്ട് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ദൈവം ശിക്ഷിക്കില്ല. ശിക്ഷ അതെങ്ങനെയാണ് അത് മനസ്സിലായത് അച്ഛന്? ഈ ജ്ഞാനബോധത്തിൽ നിന്ന് മനസ്സിലായതാ. ദൈവം ശിക്ഷിക്കുന്നവനല്ല, ശിക്ഷയുണ്ട്, പക്ഷെ ദൈവം ശിക്ഷിക്കില്ല. ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമാണ് ഈശോ. അപ്പോൾ ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മളിതൊക്കെയാണ് കാണുന്നത്. ആരെയും ശിക്ഷിക്കുന്നില്ല, ആരുടെയും പാവം ആർക്കെതിരെ പരിഗണിക്കുന്നില്ല. അപ്പം ഈശോയിലൂടെ ഈശോയെ നോക്കിയല്ലേ ദൈവത്തെ കണ്ടേ. അപ്പം അങ്ങനെ ഈശോയാണ് ഏകരക്ഷ എന്നുള്ള ആ സത്യമൊക്കെ ഇങ്ങനെ പടിപടിയായിട്ട് വന്ന് അതങ്ങ് ഉറച്ചു. പക്ഷെ അപ്പോഴും ഈ ഇപ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം ശിക്ഷിക്കുന്ന, പകരം ചോദിക്കുന്ന, പ്രതികാരം ചെയ്യുന്ന അസഹിഷ്ണുവായ ഒരു ദൈവത്തെ നമ്മൾ അവിടെ കാണുമ്പോൾ അത് പ്രസംഗിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛൻ ഈശോയിൽ വെളിപ്പെട്ട സ്നേഹം, ആ ദൈവത്വം ഇങ്ങനെ ഒരു ദൈവത്വം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുകളൊക്കെ വരാൻ സ്വാഭാവികമായിരുന്നല്ലോ. അതിനെയൊക്കെ എങ്ങനെ അച്ഛൻ? മാത്രമല്ല ഞാൻ ഡിവൈനിൽ നിന്ന് കോട്ടയത്തേക്ക് പെരിത്രാണയിലേക്കൊക്കെ പോരാൻ ഒരു കാരണം അന്നും അവിടെ ദൈവത്തിൻ്റെ ക്രോധം ആഞ്ഞടിക്കുന്നു, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റേത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ
ആ ടീമിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് എന്നിട്ട് അവരെന്നെ വിളിക്കുമായിരുന്നു ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ശരിക്കും അവരെന്തായിരുന്നു അവർ എതിർപ്പ് പറയാനുള്ള കാരണം എന്തായിരുന്നു? കാരണം നമുക്കറിയാമല്ലോ ഈശോയിൽ വെളിപ്പെട്ട ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ പൂർത്തീഭവിച്ചിരിക്കുന്നെന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമായ ഒരു സ്വഭാവമാണല്ലോ ഇപ്പോഴും. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് തന്നെ. പിന്നെ അതിനൊരു കാരണം ഇതാണ്, ഏത് കാര്യത്തെ സംബന്ധിച്ച് ഒരു പൊതുബോധം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഭൂമി ചുറ്റും കറങ്ങുന്നു എന്നൊരു പൊതുബോധമുള്ള സമയത്ത് ഇല്ല, ഭൂമിയാണ് ഇങ്ങനെ ഈ പമ്പരം പോലെ കറങ്ങുന്നത് എന്ന് ഒരാൾ പറയുമ്പോൾ ആരും സ്വീകരിക്കരുത്. ഈ പൊതുബോധത്തെ ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിക്ക് അത്ര എളുപ്പമല്ല. അതാണ് ഈ നിക്കോളാസ് കോപ്പർനിക്കസിനെ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞ് അത് അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞ് നൂറ്റാണ്ട് കഴിഞ്ഞ ഗലീലിയായി അത് ഏറ്റുപറയുകയും സാധിക്കുക. എന്നിട്ടും അദ്ദേഹത്തിനെ പറ്റി കണ്ടില്ലേ. അതാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ദൈവം ശിക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് എന്താ, ദൈവനീതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനെ നീതി ശിക്ഷിക്കുക എന്നുള്ളതാണ്. ആ ശിക്ഷ ഒഴിവാക്കണമെങ്കിൽ പകരം ആരെങ്കിലും വന്ന് ആ ശിക്ഷ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കണമെന്നൊക്കെ അല്ലേ. അപ്പോൾ അതാ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഒരുപാട് പേരെ. അപ്പോൾ അതല്ല, അതായത് മനുഷ്യർ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ ഈശോ ഏറ്റെടുത്തു. പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു തന്നെ തീർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നീതിയല്ലേ, നീതി നടപ്പാണല്ലോ. അപ്പോൾ നടപ്പാക്കേണ്ടവനത് പറ്റുന്നില്ലെങ്കിൽ അവനെ സ്നേഹിക്കുന്ന ആരെങ്കിലും അത് ഏറ്റെടുക്കണം. ഇപ്പം എനിക്കൊരു കടമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ വിനയെ കൊണ്ട് പറ്റുമെങ്കിൽ അത് വീട്ടിൽ തരണം എന്നുള്ള ഒരു രീതിയിൽ, അതായത് പകരത്തിന് പകരം. ആ രീതിയിലാണല്ലോ ഇപ്പോഴും ദൈവനീതിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പോകുന്നത്. പക്ഷെ അതല്ല ദൈവനീതി. ദൈവനീതി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവത്തിൻ്റെ ഛായന് സാദൃശ്യമുള്ള മനുഷ്യൻ ദൈവത്തോട് സഹവസിക്കണം എന്നുള്ളതാണ് ദൈവനീതി. ആ സഹവാസം ഉപേക്ഷിച്ച് അവൻ പോയത് അനീതിയാണ്. അപ്പോൾ അവനെ വീണ്ടും ദൈവസഹവാസത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവനീതി. അതാണ്. അപ്പം അത് ശിക്ഷിക്കാത്ത ഒരു സ്നേഹത്തിന് മാത്രമേ ആ ഒരു വീണ്ടെടുപ്പ് സാധ്യമാവുകയുള്ളൂ. അത് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്ത് വരുന്നത്, അത് കൂടുതൽ അകലാനേ അത് കാരണമാവുള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് മനുഷ്യനോട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. അപ്പം അച്ഛൻ്റെ ഈ പ്രബോധനത്തെ അന്ന് കുറേ പേരൊക്കെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടാവുമല്ലോ. എതിർത്തിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് അച്ഛൻ നേരിട്ടത് ആ സമയത്ത്? എനിക്ക് കാരണം ഞാൻ സമൂഹത്തിൻ്റെ പൾസ് നോക്കിയിട്ടൊക്കെ പറയുള്ളൂ. വളരെ തന്ത്രപൂർവ്വമൊക്കെ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയും ഒരു ആംഗിൾ കൂടെ നോക്കാം, ചിന്തിക്കാം, അങ്ങനെയും ചിന്തിക്കാം, എനിക്കിങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആ സന്ദർഭത്തെ ഒന്ന് ലോപിച്ച്. അതെ അതെ, അല്ലെങ്കിൽ ഭയങ്കര എതിർപ്പ് വരും. സഭയ്ക്ക് വിരുദ്ധം പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് എത്ര പേരെ എന്നെക്കുറിച്ച് ആ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഇതൊരു ശക്തമായ വെളിപ്പാടായിട്ട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നതായതുകൊണ്ട് അതിനകത്തൊരു പിന്നെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായില്ല. ഇതാണ് സത്യം എന്നുള്ളത് അച്ഛന് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ ആളുകൾ അത് അംഗീകരിച്ച് വരുന്നുണ്ടല്ലോ. തൻ്റെ ഈ ലേറ്റസ്റ്റ് പുസ്തകം അതിൻ്റെ ഒരു കൾമിനേഷനാണ് ദ ട്രൂത്ത് ബിയോണ്ട് അറ്റോൺമെന്റ് എന്ന്. അച്ഛനെ അതായത് ഈ സത്യത്തെക്കുറിച്ച് അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഈയിടെ പ്രിന്റിങ്ങിന് കയറ്റിയിട്ടുണ്ട്. അത് ശരി. ആലഞ്ചേരി പിതാവ് അവതാരി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അല്ലേ? അപ്പം അതിനകത്ത് ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട്. ശരി. അങ്ങനെ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പഠിപ്പിക്കുന്നതിനകത്ത് ഒരുപാട് തിയറികളുണ്ട്. അറ്റോൺമെൻറ്റ് തിയറി, സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി, സാറ്റിസ്ഫാക്ഷൻ തിയറി, റാൻസം തിയറി എന്നൊക്കെ പറയും. അതൊന്നുമല്ല ശരിക്കും ആ തിയറികളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അതാണിന്ന് പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷെ അതൊക്കെ സഭ ഔദ്യോഗികമായിട്ട് പ്രബോധിപ്പിക്കുന്നതാണോ? അതൊക്കെ സഭ നമുക്ക് തരുന്ന ഡോഗ്മയാണ്. ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്: പുത്രൻ തമ്പുരാനും മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവുമാണ് മനുഷ്യവർഗത്തിനും പാപമോചനത്തിന് കാരണമായത്, രക്ഷയ്ക്ക് കാരണമായത്. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് കാരണമായി, എങ്ങനെയാണ് ഈശോയുടെ കുരിശുമരണം മനുഷ്യവർഗത്തിൻ്റെ പാപമോചനമായത് എന്നതിൻ്റെ വിശദീകരണം തിയോളജൻസ് കൊടുക്കുന്നുണ്ട്. ആ വിശദീകരണത്തിൽ പെടുന്നതാണ് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ. അതെ അതെ. അതൊന്നും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളല്ല. തിയോളജൻസ് പഠിപ്പിക്കുന്നത് ഇത് ഡോക്യുമെൻറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം
സെക്കൻഡ് വറ്റിക്കാൻ കൗൺസിലിന് ഒരു സ്കാമൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പക്ഷെ വറ്റിക്കാൻ കൗൺസിൽ അത് നിരാകരിച്ചു. ഇതായിരിക്കില്ല, അത് ശരി. ഇനി അത് കണ്ടെത്തണം എന്നുള്ള തനിയാണ്. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ള അവസ്ഥ. അതെ അതെ. അപ്പം അവിടെയാണ് അച്ഛൻ പുതിയ ആയിട്ട് ഇത് വലിയൊരു അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ക്രിസ്തോളജി അവതരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ടാണ്. സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തിയറി ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ ലയോ ഒന്നാമൻ മാർപ്പാപ്പ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായി സുവിശേഷം പ്രഘോഷിക്കണം എന്ന ഒരു ആഹ്വാനം ഉണ്ടായി. ശരിക്കും അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം തന്നെയായിരുന്നു അച്ഛൻ പ്രസംഗിച്ചിരുന്നത്. കാരണം ഈ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടല്ലാതെ പഴയ നിയമം നമുക്ക് വായിക്കാൻ പറ്റില്ല, തെറ്റുപറ്റും. ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് ഈ പഴയ നിയമം മുഴുവനുള്ളത്. പിന്നെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വന്ന് ഈ ക്രിസ്തു പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ, അല്ലെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ നസ്രായനായ എന്നിൽ, ഈശോ എന്ന എന്നിൽ നിറവേറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനാണ് ദൈവം അയച്ച ക്രിസ്തു, എന്നെ കാണുന്നവൻ ദൈവത്തെ തന്നെയാണ് കാണുന്നത്, ഞാൻ ദൈവം ഒന്നാണെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ പഴയ നിയമത്തിൽ വന്ന് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇനിമേൽ അങ്ങനെ ആയിരിക്കരുത്, ഇനിമേൽ ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ആധികാരികമായിട്ട് ഈശോ ദൈവത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകൻ പറഞ്ഞതിനകത്ത് ഈശോ പറഞ്ഞതിന് നിരക്കാത്തൊക്കെ നമുക്ക് കളയണം.